സൂറത്തുൽ മുഅ്മിനീൻ തുടങ്ങുന്നത് തന്നെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. അവരാരാണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. വല്ലദീനഹും അനിൽ ലഅബി മുഅ്രിദൂൻ, കളി വിനോദങ്ങളെ ആർത്തുല്ലസിക്കുന്ന ഏർപ്പാടുകൾ, ഗാനമേളകളും മ്യൂസിക്കുകളും അങ്ങനെ തുടങ്ങിയുള്ള കൂത്താട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്നവരുമാണ് അവർ. ഞാൻ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഇസ്ലാം അതിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സകാത്ത്. ദരിദ്രരായ ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. പാവപ്പെട്ട ജനങ്ങൾ എന്നും പാവപ്പെട്ടവരായും പണമുള്ളവർ എന്നും പണമുള്ളവരായും നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് ചിന്തിച്ചുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം സകാത്ത് കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളൊക്കെ സകാത്ത് കൊടുക്കേണ്ടവരാണോ? ഇക്കാലയളവിൽ നമ്മൾ സകാത്ത് കൊടുത്തത് യഥാർത്ഥ അവകാശികൾക്കാണോ? സകാത്തിൽ നിന്ന് ഇത്ര കാലം കൊടുക്കേണ്ട മുതലിൽ നിന്ന് കൊടുക്കാതെ നമ്മുടെ മക്കളെ, കുടുംബത്തെ നമ്മൾ പോറ്റിയിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇസ്ലാമിനോളം ഈ വിഷയത്തിൽ കർക്കശ നിലപാടും മനോഹരമായ വ്യവസ്ഥാപിതമായ ഖുർആൻ അധ്യാപനങ്ങളും ഇറങ്ങിയ വേറൊരു മതം ലോകത്തില്ല. സകാത്ത് അത്രക്ക് പ്രധാനമാണ്. നിങ്ങൾ നോക്കി, ഞാനിപ്പോ ഓതിയ ഖുർആൻ ആയത്തുകൾ എന്നല്ല, വിശുദ്ധ ഖുർആനിൽ നിസ്കരിക്കുന്ന ആളുകളെ പറ്റിയും നിസ്കാരത്തെ പറ്റിയും എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ സകാത്ത് കൊടുക്കുന്ന കാര്യവും പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ കൃത്യമായി ജീവിതത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യത പുലർത്തിയിട്ടുണ്ട്, പക്ഷേ സകാത്ത് വേണ്ട വിധത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ അവൻ പരാജിതനാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം പറഞ്ഞിടത്തൊക്കെ അല്ലാഹു സകാത്ത് കൊടുക്കുന്നു പറഞ്ഞു. നിങ്ങൾ നോക്കൂ, മറ്റൊരായത്തിൽ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞിടത്ത് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും സകാത്ത് കൊടുക്കുന്നവരുമാണ് അവർ. ലോകത്ത് വ്യവസ്ഥാപിതമായുള്ള ഈ സകാത്ത് സമ്പ്രദായം കൃത്യമായി നടന്നാൽ നമ്മുടെ നാടുകളിലൊന്നും പണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. നമ്മുടെ സമ്പത്തിൽ നിന്നും അത് കൊടുത്തില്ലെങ്കിൽ ബ്ലാക്ക് മണിയാണ് നമ്മുടെ സമ്പത്ത്. ആ പണം നമ്മുടെ കുടുംബത്തിൽ നിൽക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ, ചെലവിന് കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾ സ്വഭാവം നന്നാവുകയില്ല. നമ്മുടെ സമ്പത്ത് മുഴുവൻ നശിച്ചു പോകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നേരെ മറിച്ച് സകാത്ത് കൊടുക്കുന്നവരാണെങ്കിൽ അള്ളാഹു അത് വളർത്തും നമ്മുടെ പണം. കാരണം സകാത്തിന്റെ അർത്ഥം എന്താ അറിയാം? കൃത്യമായി നമ്മൾ പഠിക്കണം. കാരണം സകാത്തിന്റെ വിഷയം എപ്പോഴും നമ്മൾ എല്ലാ സമയത്തും കൊടുക്കൂല. ശുദ്ധ റമദാനിൽ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അവസരം കിട്ടുമ്പോൾ കേൾക്കണം. സകാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളർച്ച എന്നാണ്. വളരുന്നത്, ശുദ്ധിയാക്കുന്നത്, ശുദ്ധീകരണം, രണ്ടർത്ഥം. ഒന്ന് വളർച്ച, രണ്ട് ശുദ്ധീകരണം. എന്താ സകാത്തിന്റെ അർത്ഥം? കാരണം സകാത്ത് കൊടുക്കുന്നവരെ പണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏറ്റവും വലിയ കോടീശ്വരനാണ് ഇന്ത്യയിൽ അറിയപ്പെട്ട എം.എ. യൂസുഫ് അലി. അദ്ദേഹം റമദാനോട് അനുബന്ധിച്ച് എല്ലാ വർഷവും, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് കണ്ടു. അദ്ദേഹം പറയുന്നത് കേട്ടു, എല്ലാം കമ്പ്യൂട്ടർ സിസ്റ്റം ആയതുകൊണ്ട് അതിൽ ബിസിനസ് തുല്യമായി വളരെയധികം വ്യവസ്ഥാപിതമായി സകാത്ത് എത്ര പണം എന്റെ ബിസിനസ്സിന് കൊടുക്കണം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തി എല്ലാ വർഷത്തിലും കൃത്യമായി ഞാൻ കൊടുക്കാറുണ്ട്. മുസ്ലിമീങ്ങളെ നിങ്ങൾ എല്ലാവരും കൊടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ ചിന്തിച്ചു, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഒരാൾക്ക് എത്ര കൊടുക്കേണ്ടി വരും സകാത്ത്? അവർക്ക് കൃത്യമായി അയാൾ കൊടുക്കേണ്ട. അയാൾ പറയുന്നത് അത് കൊടുക്കുന്നതുകൊണ്ട് നഷ്ടം വരാറില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സകാത്ത് കൃത്യമായി കൊടുത്താൽ നമ്മുടെ സമ്പത്ത് വളരും.
രണ്ടാമത് സക്കാത്തിന്റെ അർത്ഥം ശുദ്ധീകരണം. നമ്മുടെ സാമ്പത്തികമായും നമ്മുടെ കുടുംബം ഒക്കെ ശുദ്ധീകരിക്കപ്പെടും. അള്ളാഹു എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. അള്ളാഹു അതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് മുആദിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ് ബിൻ ജബൽ, ഇസ്ലാമിക പ്രവിശ്യയിൽ അതിന്റെ കീഴില ഇസ്ലാമിക രാഷ്ട്രത്തിൽ അതിന്റെ കീഴിൽ ഒരുപാട് നാടുകൾ പ്രവിശ്യകൾ വേറെ തന്നെ വ്യത്യസ്തമായി ഉണ്ടാവും ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ. അവിടെയൊക്കെ മിസ്റിലും ഷാമിലും ഈജിപ്തിലും മദീനയിലും അതോടൊപ്പം യമനിലൊക്കെ ഗവർണറെ നിശ്ചയിക്കും. അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള കാലത്ത് തങ്ങൾ തന്നെയാണ് നിയമിക്കുക ഗവർണർമാരെ. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, മുആദ്, അവിടെ പോയിട്ട് നീ ചെയ്യേണ്ടത് എന്താ അറിയോ? ഫസ്റ്റ് പോയിട്ട് പറയേണ്ടത് ഫദഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പഠിപ്പിക്കുകയും അല്ലാതെ ഒരു ആരാധ്യനില്ല, മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതനാണ് എന്നാണ് ആദ്യമായി പഠിപ്പിക്കേണ്ടത്. യമനുകാരൊക്കെ അതിന് വൈപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് മുആദേ നീ ചെയ്യേണ്ട പണി അവർക്ക് നിസ്കാരം പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഫറള അലൈഹിം ഖംസ സ്വലവാത്ത്, 5 നിസ്കാരം അവർക്ക് പഠിപ്പിക്കണം. അതും അവർ ചെയ്തു കഴിഞ്ഞാൽ മുആദേ മൂന്നാമത് കാർക്കശ്യമായി ശ്രദ്ധിച്ച് നീ അവരെ പഠിപ്പിച്ച് ചെയ്യിപ്പിക്കേണ്ടത് സകാത്താണ്. ഖദ് ഫറള അലൈഹിം സദഖതൻ തുഖദു മിൻ അനിയാഇഹിം വതുറദ്ദു അലാ ഫുഖറാഇഹിം. സമ്പന്നന്മാരായ ആളുകളിൽ നിന്ന് അവരുടെ സമ്പത്തിന്റെ വരുമാനം മറ്റൊക്കെ നോക്കിയിട്ട് നിശ്ചിത 2.5% നിസാബ് വർഷാവസാനം നോക്കുമ്പോൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് നീ കൊടുക്കണം. അങ്ങനെ ചരിത്രത്തിൽ കാണാം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ ഗവർണറായി പോയി. ആദ്യത്തെ വർഷം തീരാനുള്ള സമയത്ത് സക്കാത്തിന്റെ അവകാശികളിൽ നിന്നൊക്കെ പണം വാങ്ങിയിട്ട് 1% തിരിച്ച് കേന്ദ്രത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് അയച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് നോക്കിയിട്ട് ഈ സക്കാത്തിന്റെ കണക്കൊക്കെ നോക്കിക്കൊണ്ട് യമനിൽ നിന്ന് വന്ന പണം അത് 1/3 തിരിച്ചയച്ചിട്ടുണ്ടല്ലോ. ഉടനെ തന്നെ ഗവർണർക്ക് കത്തെഴുതി, മുആദ്, ഇതിന് റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണം. കാരണം നിങ്ങളുടെ നാട്ടിൽ, അതായത് യമനിൽ പാവപ്പെട്ടവരിൽ കൊടുക്കേണ്ട അവകാശമുള്ള സക്കാത്ത് എന്താ ഇങ്ങോട്ട് തിരിച്ചയച്ചത്? അവിടെ അവകാശികളൊന്നും ഇല്ലേ? അതിന് കൃത്യമായ മറുപടി തരണം എന്ന് തിരിച്ച് കത്തയച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തിരിച്ച് കത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന് 1% തിരിച്ചയച്ചത് സക്കാത്തിന് അവകാശികൾക്കൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ളതാണ് തിരിച്ചയച്ചത്. അങ്ങനെ പിറ്റേ വർഷം, 2ാമത്തെ വർഷം അവസാനം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സക്കാത്തൊക്കെ അവകാശികളിൽ വാങ്ങി കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുത്തു. 2/3 തിരിച്ച് കേന്ദ്രത്തിലേക്ക് അയച്ചു. ഈ സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ ഗൗരവത്തിൽ, ഇതെന്താണ്, അവിടെ പാവപ്പെട്ടവരില്ലേ, കേന്ദ്രത്തിലേക്ക് എന്തിന് ഈ പണം തിരിച്ചയക്കണം? അവിടെ പാവപ്പെട്ടുണ്ട്, ഓർക്ക് തന്നെ കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിനും വിശദീകരണം തരണം എന്ന് പറഞ്ഞ് ഗവർണർക്ക് തിരിച്ചൊരു കത്ത് പറഞ്ഞു. ഈ വർഷം 2/3 ആ 2 തിരിച്ചയച്ചത് അത്ര ആളുകളെ പാവപ്പെട്ടവരെ ഇവിടെ ഉള്ളൂ, അവകാശികളുള്ളൂ, ഒക്കെ കൊടുത്തിട്ടാണ് ബാക്കി തിരിച്ചയച്ചത്. 3ാമത്തെ വർഷം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവിടെയുള്ള സമ്പന്നരിൽ നിന്നൊക്കെ സക്കാത്തിന്റെ പണം കളക്ട് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് എല്ലാ പണവും കേന്ദ്രത്തിലേക്ക് അയച്ചു. ഒന്നും അവിടെ വെച്ചില്ല. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല മുആദേ, സക്കാത്തിന്റെ പണം യമനിൽ നിന്ന് വാങ്ങിയിട്ട് എല്ലാം കേന്ദ്രത്തിലേക്ക് അയച്ചതെന്തിനാണ്? വിശദീകരണം വേണം. മുആദ് റളിയല്ലാഹു അൻഹു, നബിയെ, പാവപ്പെട്ടവരുടെ ഇല്ല, അവകാശികളുടെ ഇല്ല. 3 വർഷം കൊണ്ട് സക്കാത്ത് കൊടുക്കേണ്ട ആളുകളിൽ നിന്ന് കൃത്യമായി വാങ്ങി പാവപ്പെട്ടവർക്ക് കൃത്യമായി കൊടുത്തത് കൊണ്ട്, ഉപയോഗിച്ചത് കൊണ്ട് ആ നാട്ടിൽ നിന്ന് ദാരിദ്ര്യ നിർമാർജനം സാധ്യമായി. ഇതാണ് ഇസ്ലാമിക റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ദിവസം സൗദിയിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ 7 പേര് ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. 7 പേരെയും തല വെട്ടിക്കളയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വധശിക്ഷ നടപ്പിലാക്കി 7 യുവാക്കളെയും. ഇസ്ലാമിക ഭരണമുള്ളിടത്ത് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ നയങ്ങളും നിലപാടുകളും ഉണ്ടാകും. അത്രയ്ക്ക് സമഗ്രമാണ്
ശുദ്ധമായ ഇസ്ലാം. നമ്മളത് അനുസരിക്കണം എന്ന് മാത്രം. ഒരാൾക്ക് സക്കാത്തിന് കൊടുക്കേണ്ട ആളാണ്, എന്നിട്ട് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ സക്കാത്ത് കൊടുക്കണം എന്ന് അറിയാം, അല്ലെങ്കിൽ കച്ചവടക്കാരനായിരുന്നു, അല്ലെങ്കിൽ പണം ബാങ്കിൽ പറയാം, അളവ് പറയാം, ആ അളവ് ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അവകാശികൾ കൊടുത്തിട്ടില്ല. നാളെ ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ചൂടാക്കിയ ചെമ്പ് അവന്റെ പാർശ്വഭാഗങ്ങളിൽ അള്ളാഹു ചുട്ടുപൊള്ളിപ്പിക്കുന്നതാണ്, അവന്റെ മുതുകിലും എല്ലാം ചുട്ടുപൊള്ളിപ്പിക്കുന്നതാണ്. തീയിൽ വേവിച്ചെടുത്ത ചെമ്പ് അത് തൊലി ഫുള്ള് ഉരുകിക്കളയുന്ന സമയത്ത് മലക്കുകൾ വീണ്ടും ഇവൻക്ക് തൊലി റിട്ടേൺ കൊടുത്ത് വീണ്ടും അതുപോലെ ശിക്ഷിക്കുന്നതാണ്. അവന്റെ പാർശ്വഭാഗങ്ങളും മുതുവും ഒക്കെ തൊലി ഇങ്ങനെ ഉരുകിപ്പോയിക്കൊണ്ടിരിക്കും. മാത്രമല്ല നാളെ ആഖിറത്തിൽ വലിയ സർപ്പം, വിഷമുള്ള സർപ്പം സക്കാത്ത് കൊടുക്കാത്തവന്റെ കഴുത്തിൽ ചുറ്റുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഇവൻ ചോദിക്കും, എന്താണ് റബ്ബേ ഇത്? അപ്പൊ ഈ പാമ്പാണ് മറുപടി പറയുക, ദുനിയാവിൽ വെച്ച് സക്കാത്ത് നീ കൊടുക്കാതെ വെച്ചില്ലേ ആ പണമാണ് ഞാന് എന്ന് ഈ അത്യവിഷമുള്ള സർപ്പം അവ സക്കാത്ത് കൊടുക്കാത്ത മുതലാളിയോട് പറയുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഇവ ഓടിപ്പോകും, പക്ഷെ ഈ പാമ്പ് പിന്നാലെ വരുന്ന അത്രക്ക് ഗൗരവമുള്ള വിഷയമാണ് സക്കാത്ത് എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, കച്ചവടക്കാരി കൂട്ടത്തിൽ നാളെ ഖിയാമത്ത് നാളിൽ ചില ആളുകളെ അല്ലാഹു ഹാജരാക്കപ്പെടും. അവരാരാണ്? ഇന്ന് തമ്മാടികളാകുന്ന ചില കച്ചവടക്കാർ, കച്ചവടം ചെയ്യുന്ന ആളുകൾ. നമ്മൾ ടെക്സ്റ്റൈൽസ് ആണെങ്കിലും പയവർഗ്ഗങ്ങളാണെങ്കിലും എന്ത് കച്ചവടം നമ്മൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹു പറഞ്ഞ രൂപത്തിൽ കൃത്യമായി അളന്ന് തൂക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു ലാഭവും കൊള്ള ലാഭവും എടുക്കാതെ കൃത്യമായി കച്ചവടം ചെയ്യുന്നവർ നാളെ ശുഹദാക്കളെ കൂടെയും സിദ്ദീഖീങ്ങളെ കൂടെയും ആയിരിക്കുമെന്ന് റസൂലുള്ളാഹി. കാരണം എന്താ? അത്രക്ക് സൂക്ഷ്മത പാലിക്കേണ്ടതാണ് കച്ചവടത്തിന്റെ വിഷയം. നമ്മൾ ഏത് കട നടത്തുന്നവരാണെങ്കിലും. കാരണം അതിൽ ഒരളവ് കുറഞ്ഞാൽ വൈലുൽ ലിൽ മുതഫിഫീൻ, നരകം അവർക്കുണ്ട്. ആരാണ് അവര്? അവർ തൂക്കി കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും? മീൻ കച്ചവടമാണെങ്കിലും ഫ്രൂട്ട്സ് കച്ചവടമാണെങ്കിലും പലചരക്കാണെങ്കിലും ആളുകളെ വഞ്ചിച്ചുകൊണ്ട് തൂക്കം കൂട്ടും. എന്നിട്ട് കുറഞ്ഞ സാധനത്തിൽ തൂക്കം കൂടുന്ന രൂപത്തിൽ തുലാസ് ക്രമീകരിക്കുക. എന്നിട്ടോ ആളുകളെ വഞ്ചിക്കുക. അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ പുറമെ വെച്ചുകൊണ്ട് കേടുള്ള ഭാഗങ്ങൾ ഉള്ളിലേക്ക് തിരികെ വെച്ച് നല്ലതാണ് എടുത്തോളും, കേടുള്ള ഭാഗം കൈ വെച്ചുകൊണ്ട് നല്ല സാധനം എടുത്തുകൊണ്ട് പോയിക്കോളും, ഇവർക്ക് നരകമുണ്ട്, വൈലുൽ ലിൽ മുതഫിഫീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ പടച്ച റബ്ബ്. അല്ലാഹു നമുക്കൊക്കെ ഹലാലായത് സമ്പാദിച്ച് ഹലാലായത് കൊണ്ട് കുടുംബത്തെ പോറ്റാൻ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സക്കാത്തിന്റെ വിഷയങ്ങൾ, അതിന്റെ കണക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടില് ഇപ്പൊ നിലവില് കച്ചവടത്തിന്റെ സക്കാത്താണ് നമ്മൾ അവകാശികളായി കൊടുക്കേണ്ടവരായി ഉണ്ടാവും. മൃഗങ്ങളെ കൂട്ടത്തിൽ ഒട്ടകം, പശു, ആട്, ഇതൊക്കെ 30 പശുക്കൾ, 40 ആട്, 5 ഒട്ടകങ്ങൾ, അതൊക്കെയാണ് കണക്ക്. അത് കൂടുതലായി നമ്മുടെ നാട്ടില് ഒരു പക്ഷെ ഉണ്ടാകണമെന്നില്ല. പിന്നെ ഉള്ളത് നെല്ല്, കർഷകർക്ക് നെല്ല്, അതോടൊപ്പം ഈത്തപ്പോയ, മുന്തിരി, ഇതൊക്കെ കൂടുതലായി കൃഷി ചെയ്യുന്ന ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും നിസാബെത്തിയവർ. കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കച്ചവടവും പണവുമാണ്. ഇത് എത്ര എത്തിയാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കാം. അത് കൃത്യമായി നമ്മൾ പഠിച്ചാൽ നമുക്ക് യഥാർത്ഥ അവകാശികൾ ആരാണെന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പരാമർശിക്കാം. അത് കൃത്യമായി നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ സ്ഥാനം, സക്കാത്ത് കൊടുക്കുന്നവർക്ക് നാളെ വലിയ സ്ഥാനം ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നേടാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇല്ലെങ്കിൽ ഇപ്പോ പറഞ്ഞതുപോലെ ആഖിറത്തിൽ നമ്മൾ വരല് കടിക്കേണ്ടി വരും. ഒന്നാമതായി കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിലും, ഇനി പണം ബാങ്കിലോ മറ്റോ ഡെപ്പോസിറ്റ് ഉള്ള ആളുകളാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കടയിലുള്ള സാധനം, ചെരുപ്പും കടയാണെങ്കിലും അതല്ല മറ്റ് സൂപ്പർ മാർക്കറ്റുകളാണെങ്കിലും, ഓരോ വർഷവും ഹിജ്റ കണക്ക് പ്രകാരം ഇപ്പൊ മുഹറം 1 to അടുത്ത മുഹറം 1 വരെ ആ കടയിൽ നിന്ന് ചെലവായി പോകാത്ത സ്റ്റോക്കുള്ള സാധനങ്ങൾ വർഷാവസാനം നമ്മൾ സ്റ്റോക്ക് എടുപ്പ് നടത്തുക.
എല്ലാ ആളുകളും കൃത്യമായി നടത്തേണ്ടതാണ്. ചില ആളുകൾ കമ്പ്യൂട്ടറിൽ പ്രത്യേകമായ സോഫ്റ്റ്വെയറുകൾ അതിനു വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചില കച്ചവടക്കാർ. അപ്പൊ വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഈ കടയിലുള്ള സാധനങ്ങൾ മൊത്തം കണക്ക് കൂട്ടുക, അതിന്റെ മാർക്കറ്റ് വില, ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വില. നമ്മൾ കൊണ്ടുവരുന്ന വില കുറവായിരിക്കും, ജനങ്ങൾക്ക് കൊടുക്കുന്നതാണല്ലോ കൂടുതൽ വില. ആ വില നമ്മൾ എന്ത് ചെയ്യണം? കണക്ക് കൂട്ടണം എല്ലാ സാധനത്തിന്റെയും. ആ വില നോക്കുമ്പോൾ വർഷം തുടക്കം മുതൽ ഈ സാധനങ്ങൾ അവിടെ ഉണ്ട്, വിറ്റുപോയിട്ടില്ല. വർഷം തുടക്കം കഴിഞ്ഞ മുഹറം 1 മുതൽ ഈ മുഹറം 1 വരെ ആ കടയിൽ ആ സാധനങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളാ കൂട്ടേണ്ടി. അത് കണക്കെടുത്ത് നോക്കുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വില ഉണ്ടെങ്കിൽ ഇന്നത്തെ കണക്ക് പ്രകാരം 1 ഗ്രാം വെള്ളിക്ക് എത്ര അറിയോ വില? അസറാക്കെ 1 ഗ്രാം വെള്ളിക്ക് എത്ര എന്ന് വില? ഒന്നല്ലേ വെള്ളിന്റെയും സ്വർണത്തിന്റെയും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. വെള്ളിന്റെ വില കണക്ക് പ്രകാരം 108 രൂപയാണ് 1 ഗ്രാം വെള്ളിന്റെ വില. അങ്ങനെ ആവുമ്പോ 595 ഗ്രാം വെള്ളിക്ക് എത്ര ഉണ്ടാവും? കൂട്ടി നോക്കുമ്പോ 64,260 രൂപ. 64,260 രൂപ. അതാണ് 595 ഗ്രാം വെള്ളിന്റെ വില. ഈ സംഖ്യ 64,260 രൂപ ഉള്ള സാധനം കഴിഞ്ഞ വർഷം മുഹറം 1 മുതൽ ഈ മുഹറം 1 വരെ അവിടെ സ്റ്റോക്ക് എടുപ്പിൽ ഉണ്ടെങ്കിൽ നമ്മൾ സക്കാത്തിന് അവകാശിയാണ്. അതിന്റെ 2.5% കൊടുത്താൽ മതി. 10,000 20,000 ഒന്നും സക്കാത്ത് കൊടുക്കണ്ട. 64,260 രൂപക്കുള്ള സാധനം കടയിലുള്ള ഒരാളെ സംബന്ധിച്ച് അതിന്റെ 2.5% 1,606 രൂപ സക്കാത്ത് കൊടുത്താൽ മതി. പല ആളുകൾക്ക് കൊടുക്കണില്ല. അതുകൊണ്ട് ബാക്കിയുള്ള പണം കൂടി ബ്ലാക്ക് മണി ആകുന്നു, നമ്മുടെ കച്ചവടത്തിൽ ഹറാം വരുന്നു, കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഹറാം വരുന്നു. അത്ര കൊടുത്താൽ മതി. പക്ഷെ കൃത്യമായി നമ്മൾ നോക്കണം നമ്മുടെ കട. ഇനി നമ്മുടെ കയ്യിലുള്ള കാശാണ് നേരത്തെ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച പണം ഒരു വർഷം അതിന് നമ്മൾ എടുത്തിട്ടില്ല. ഈ പറഞ്ഞ 64,260 അതിന് മുകളിലോ. ഇനി വെള്ളിന്റെ ഗ്രാമിന്റെ വില കൂടുന്നതനുസരിച്ച് ഇത് കൂടുട്ടോ. ഇപ്പൊ ഇന്നത്തെ കണക്കാൻ പറഞ്ഞത് എല്ലാ ദിവസവും നോക്കുക. അപ്പൊ 2017 26,000 സംതിങ് ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പൊ 64,260 ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പൊ അത്രക്ക് കാശ് ഒരു കൊല്ലമായിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടില്ല. 1,00,000 രൂപ ബാങ്കിൽ കഴിഞ്ഞ ഈ ഒരു വർഷമായിട്ട് ബാങ്കിൽ തന്നെ ഉണ്ട്. ഡെപ്പോസിറ്റ് നമുക്കുണ്ട്. ചില ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവും, കോടി ഉണ്ടാവും. ഒന്നും കാട്ടാതെ വർഷം കഴിഞ്ഞ മുഹറം 1 മുതൽ കഴിഞ്ഞ റമദാൻ 1 മുതൽ ഈ റമദാൻ 1 വരെ അങ്ങനെ തന്നെ ഉണ്ടാവും ബാങ്കിൽ. എന്നാൽ അവരതിന്റെ 2.5% കൂട്ടി നോക്കുക. 1,00,000 രൂപ ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ആയാലും നമ്മൾ പറഞ്ഞല്ലോ 64,000 സംതിങ് ആയാല് നിസാബത്തി നിശ്ചിത സക്കാത്ത് കൊടുക്കേണ്ട അവകാശിയായി. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ 2%. അപ്പൊ 1,00,000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉള്ള ആള് ഒരു വർഷം മുഴുവൻ അങ്ങനെ തന്നെ കിടന്നാൽ അതിന്റെ 2.5% 2,500 രൂപ സക്കാത്ത് കൊടുക്കും. 1,00,000 ഉള്ള ആൾക്ക് 2,500 സക്കാത്ത് കൊടുക്കേണ്ടി. അത് കൊടുക്കണില്ല എന്ന് പലരും നെവർ മൈൻഡ് ആക്കി പോയാൽ നാളെ ആഖിറത്തിൽ, അതാണ് നിസ്കാരത്തെ പറ്റി ഖുർആനിൽ പറഞ്ഞോടൊക്കെ അല്ലാഹു കൂട്ടിക്കെട്ടി പറഞ്ഞത് സക്കാത്തിനെ പറ്റിയാണ്. അത്രക്ക് പ്രധാനമുള്ള കാര്യമാണ് സക്കാത്ത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പണത്തിന്റെ വിഷയത്തിൽ കച്ചവടം പറഞ്ഞതുപോലെ നമ്മുടെ പണം ഒരാൾ ബാങ്കിലൊന്നും ഇട്ടില്ല, വീട്ടിൽ തന്നെ വെച്ചേക്കാം. ബാഗിൽ എന്തോ ഒരു ആവശ്യം വരുന്നുണ്ട്, നമ്മുടെ കുട്ടിന്റെ മുടി കളച്ചിലോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ, കല്യാണം ഒക്കെ ആയിട്ട് നമ്മൾ ബാഗിൽ കൂട്ടി വെച്ചേക്കാണ് പണം. അപ്പൊ ഈ പറഞ്ഞ നിസാബെത്തിയ 64,000 ഇത്ര തുക നമ്മൾ ഒന്നും ചെയ്യാതെ ഒരു വർഷം മുഴുവൻ അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര 1,00,000 2,00,000 സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മളൊക്കെ സാർവത്രികമായി നമ്മുടെ നാട്ടിലുള്ള കുറി ആ കുറിക്ക് സക്കാത്ത് വരുന്നതാണ്. എങ്ങനെ? നമ്മളിപ്പോ കുറി കൊടുക്കുന്ന സമയത്ത് 10,000 കുറി 5,000 കുറി ഒക്കെ ഞാൻ പറയാം. അപ്പം ഒരു 10,000 കുറിയാണെങ്കിൽ 6 തവണ നമ്മൾ അടിച്ചാല് 60,000 റുപ്യ. അതിന്റെ ഇടയിൽ നമ്മക്ക് അടിച്ചില്ല. 10,000 നമ്മൾ മാസം വെച്ച് കൊടുക്കുന്ന കുറി 6 തവണ ആകുമ്പോൾ 60,000 ആയി. 7 മാസത്തോട് കൂടി 70,000. അപ്പൊ സക്കാത്ത് നമ്മൾ കൊടുക്കേണ്ട ആളായി. അങ്ങനെ തന്നെ ആ 70,000 രൂപ നമ്മൾ അവിടെ ഉണ്ടല്ലോ, നമ്മൾ ആർക്കാണോ കുറി കൊടുക്കുന്ന പോലെ കയ്യിലുണ്ട്. ആ 70,000 രൂപ നമുക്ക് ഒരു കൊല്ലം എന്നാണോ ആ കുറിയിൽ നമ്മൾ 70,000 അവിടെ ഉള്ളത്
64,000 സംതിങ് അവിടെ ഉള്ളത്. അവിടെ മുതൽ ഒരു വർഷം നോക്കുക, പിറ്റേ വർഷം വരെ നമുക്ക് കുറി അടിച്ചിട്ടില്ല. ഇടയിൽ കുറി ഒന്നും അടിച്ചില്ല. അടിച്ചാൽ പിന്നെ നമുക്ക് എന്ന് ക്രിയക്രമം നടത്തിപ്പോയി. ഒരു വർഷം വരെ അങ്ങനെ തന്നെ നമുക്ക് കുറി അടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം. അതിന് എത്രയാണോ അതിന്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. അള്ളാഹു ഈ കണക്കൊക്കെ കൃത്യമായി സാമ്പത്തിക വിഷയത്തിലുള്ള ശുദ്ധി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ശുദ്ധിയാണ്. നമ്മൾ മരണപ്പെട്ടാൽ അല്ലെ മയ്യത്ത് കൊണ്ടുവന്നിച്ചിട്ട് ഇമാമ് പറയും, സാദാത്യങ്ങൾ പറയും, എന്ത് സാമ്പത്തിക ഇടപാടിന്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ഇതാക്കണം. അപ്പൊ നമ്മള് അള്ളാഹുമായി ബന്ധിച്ച കാര്യമാണ് ഈ സക്കാത്തിന്റെ വിഷയം. സൃഷ്ടികളുമായി മനുഷ്യന്മാരുമായിട്ട് ബന്ധിച്ച നമ്മൾ കടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനേക്കാൾ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട അള്ളാഹുമായിട്ടുള്ള ഇടപാട്. ഖബറിൽ നമ്മൾ എത്ര നല്ല ആളാണെങ്കിലും സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഒരുപാട് അവകാശികൾക്ക് നമ്മൾ ഹക്കാണ്, ഓർക്ക് കിട്ടാതെയാണ് മരിച്ചണമെങ്കിൽ ഖബറിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അദാബ് നേരിട്ടുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ അദാബ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാമ്പത്തിക വിശുദ്ധി എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഈ കടം കൊടുക്കുമ്പോൾ അങ്ങനെ തന്നെ. കടം കൊടുത്തു, ഈ പറഞ്ഞ തുക സക്കാത്തിന് അകവാശിയ കൊടുക്കേണ്ട തുക, അല്ലെങ്കിൽ അതിനെ അപ്പുറം 1 ലക്ഷം കടം കൊടുത്തതാണ്. ഒരു വർഷം അങ്ങനെ പൂർത്തിയായി. എന്നാൽ ഈ കടം കൊടുത്ത ആള് സക്കാത്തിന് അവകാശിയായി തീരും. അത് ശ്രദ്ധിക്കണം. ഒരുപാട് വിഷയങ്ങളിൽ നമ്മുടെ ബിസിനസ് മറ്റു ഏർപ്പാടുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കാം. ഇനി സ്വർണം വെള്ളിയും, സ്വർണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണുങ്ങൾക്ക് ധരിക്കാൻ പാടില്ല, ഹറാമാണ്, ചെറിയ കുട്ടികൾക്കെല്ലാം. അപ്പോ സ്ത്രീകൾ, നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീകൾ ധരിക്കുന്നതാണ് സ്വർണം. ഈ സ്വർണത്തിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരിക? ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സ്വർണം ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും കൈമലിട്ടിരുന്നു, എന്നാലും സക്കാത്തില്ല. സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ പറഞ്ഞതുപോലെ 85 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% സൂക്ഷിച്ചു വെച്ചത്, അത് 2.5% ഇപ്പൊ പറഞ്ഞതുപോലെ സക്കാത്ത് കൊടുക്കേണ്ടതാകുന്നു. അതൊക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. ഈ കച്ചവടം, പണം, നാണയങ്ങൾ, സ്വർണം, വെള്ളി, ഈ വിഷയത്തിലൊക്കെ ആ നിശ്ചിത നിസാബ് അത് എത്തിക്കഴിഞ്ഞാൽ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പണമൊക്കെ ഹറാമായി പോകുന്ന കാര്യത്തെ തൊട്ട് നമ്മൾ സൂക്ഷിക്കുക. അല്ലാഹു കാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി അവിടെ നിൽക്കട്ടെ, ഇത് ആർക്കാണ് കൊടുക്കേണ്ടത്? പല ആളുകളും ചോദിക്കുന്ന, നമ്മുടെ നാട്ടില് ഉസ്താദേ അവകാശികളുണ്ടോ? നമ്മൾ വിചാരിച്ചെന്താ, വീടില്ല, കുടുംബമില്ല, ഒറ്റക്ക് ഫക്കീറായി നടക്കണ, തുണിയും ഇതൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ്. ഒന്നല്ല, ചിലപ്പോ നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരൻ അവകാശിയായിരിക്കും, തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ യഥാർത്ഥ അവകാശികൾക്ക് നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സക്കാത്ത് വിടൂല. സക്കാത്ത് കൊടുക്കാത്തവരായിട്ടാണ് നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങളെ കൊണ്ടുവരിക. അപ്പൊ എങ്ങനെങ്കിലും പണം കൊടുത്ത് ഒഴിവാക്കിയാൽ സക്കാത്ത് ഒഴിവാവുകയില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കീഴില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും വീട്ടാത്തവരായിട്ട്. അതുകൊണ്ട് യഥാർത്ഥ അവകാശികൾക്ക് കൊടുക്കുക. 8 അവകാശികളാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടവരായിട്ടുള്ളത്. ഇന്നമസ്സദഖാതു ലിൽഫുഖറാഇ വൽമസാകീനി والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. സൂറത്ത് തൗബയിലെ 60-ാമത്തെ വചനത്തിൽ 1 ഫക്കീറാണ്, 2 മിസ്കീനാണ്. ആരാ ഫക്കീർ? ചിലപ്പോ നമ്മളൊക്കെ ഫക്കീറായിരിക്കും. നമ്മൾ നോക്കിക്കോളി, ആരാ ഫക്കീർ? നമുക്ക് കിട്ടേണ്ട ആളാണോ എന്ന് നോക്കണ്ടേ? കൊടുക്കേണ്ട മാത്രം നോക്കിയാലോ, നമ്മൾ സക്കാത്ത് വാങ്ങേണ്ട ആളോ നോക്കണ്ടേ? ഫക്കീർ എന്ന് പറഞ്ഞാൽ ഹുവ മൻ ലൈസ ലഹു മാല വലാ കസ്ബുൻ ലാഹിഖുൻ യഖഅനി മൗഖിഅൻ മിൻ കിഫായതിഹി വ കിഫായതി മമൂനിഹി. ദിനം പ്രതിയുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ ജീവിതത്തിന്റെ ചെലവുകൾ നടത്താൻ വരുമാനമില്ലാത്ത ആള്, വേണ്ട ജോലിയില്ല, വരുമാനമില്ല, അങ്ങനത്തെ ആളുകളാണ് ഫക്കീർ. ദൈനംദിനം വരുമാനത്തിൽ ദിവസം തന്നെ 500 രൂപ ചെലവുണ്ട് ദിവസം വീട്ടിൽ, ഒരു 100 രൂപ പോലും എനിക്ക് ഒക്കണില്ല. അങ്ങനത്തെ ആളുകളുണ്ടാവും ഫക്കീർ. അങ്ങനത്തെ ആൾ നമ്മുടെ കൂട്ടത്തിൽ ചുറ്റുഭാഗത്തുണ്ടാവും. എന്നും കടം വാങ്ങി ജീവിക്കായിരിക്കും.
ഓലിതിന് അവകാശികളാണ്. ഫക്കീർ. രണ്ട് മിസ്കീനാണ്. ആരാണ് മിസ്കീന്? മിസ്കീൻ എന്ന് പറഞ്ഞാൽ വരുമാനം ജോലിയൊക്കെ ഉണ്ട്. ഫക്കീറിന്റെ മാതിരിയല്ല മിസ്കീന്, വരുമാനം ജോലിയൊക്കെ ഉണ്ട്, പക്ഷേ ഒപ്പിച്ചിട്ട് ഒക്കണില്ല. 400 രൂപ എന്നും പണിക്ക് പോയിട്ട് കിട്ടുന്നുണ്ട്. കൂലിപ്പണിക്ക് പോയിട്ടോ പീടിയെന്നൊക്കെ 400 രൂപ കിട്ടുന്നുണ്ട്. ചെലവ് നോക്കുമ്പോ എന്നും 500 450. അവിടെ ഒക്കണില്ല. കൂലിയും ഇതൊന്നും വരുമാനം ഇല്ലായിട്ടല്ല, ഒക്കണില്ല. അങ്ങനത്തെ ആളുകളെ മിസ്കീന്. ഓർക്കും സക്കാത്ത് നമ്മൾ കൊടുക്കണം. ഇനി ചില ആളുകൾ ഉണ്ടാവും, വീട് ഇതുവരെ ഇത്ര കാലമായിട്ട് സ്വന്തം വീടില്ലാത്തവരുണ്ട്. അതെന്താ വീട് വെക്കാൻ കഴിയാത്തത്? കൊണ്ടുവരുന്ന പണം കൊണ്ട് ദിവസത്തെ അരി വാങ്ങാനേ പൊക്കണുള്ളൂ. ഒരു വീട് എന്ന സ്വപ്നം എന്നും അങ്ങനെ തന്നെ ബാക്കിയാണ്. ഓല് സക്കാത്തിന് അവകാശികളാണ്. ഇത്ര കാലമായിട്ട് വീട് വെക്കാൻ കഴിയണില്ല. ഓല് ഈ മിസ്കീന്റെ വകുപ്പിൽ പെടുത്തി നമ്മൾ ഓർക്ക് സക്കാത്ത് കൊടുക്കണം. ചിലപ്പോ നമ്മളെ തൊട്ട് അയൽവാസിയായിരിക്കും, വാടക വീട്ടിലാണ് താമസിക്കണേ വർഷങ്ങളായിട്ട്. അന്തേ വീട് പറമ്പൊന്നും വേറെ ഉണ്ടാവരുത്. ഒരാൾക്ക് വാടക വീട്ടിലാ താമസിക്കണേ, പക്ഷെ പറമ്പൊക്കെ ഉണ്ട് വേറെ. ഒക്കെ വിറ്റാല് വീടെടുക്കാൻ കഴിയും. അങ്ങനത്തെ ആളുകളല്ല. അങ്ങനത്തെ പറമ്പോ സ്വത്തോ ഒന്നുമില്ല. ആകെ ഉള്ളത് ഒരു ജോലി, ദിവസം കിട്ടുന്ന വരുമാനം. അതുകൊണ്ട് ജീവിച്ചു പോകുന്നല്ല, വേറൊന്നുമില്ല. എന്നാൽ അവന് സക്കാത്തിന് അവകാശിയാണ്, നമ്മൾ കൊടുക്കണം. ശുദ്ധ ഖുർആൻ. മൂന്നാമത്തത് നമ്മുടെ നാട്ടിലില്ല ആമിലീങ്ങൾ, അതായത് സക്കാത്തിന്റെ പണിക്കാർ. അത് ഇസ്ലാമിക റിപ്പബ്ലിക്, ഇസ്ലാമിക ഭരണമുള്ളടത്തേ ഉണ്ടാവുള്ളൂ. സക്കാത്ത് സംഭരിക്കുക, സക്കാത്ത് എഴുതി വെക്കുക, അത് നോട്ട് ചെയ്യുന്ന ആളുകൾ, അത് വിതരണം ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലില്ല. നാലാമത്തത് മുഅല്ലഫ് എന്ന് പറഞ്ഞാൽ പുതു മുസ്ലിമീങ്ങൾ, പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ. അവർക്ക് ചിലപ്പം വേണ്ടത്ര വരുമാനമോ പണമൊന്നും ഉണ്ടാവില്ല. നമ്മള് സക്കാത്തൊക്കെ കൊണ്ടുപോയി എടുക്കുമ്പോൾ, ഞാൻ ഇതുവരെ ജീവിച്ച മതത്തിൽ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഇല്ലല്ലോ, അൽഹംദുലില്ലാ. ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി പണം സക്കാത്തോട് കൊടുക്കുമ്പോൾ എന്ത് സന്തോഷം, പോലെ ഈമാന് ശക്തിപ്പെടാൻ അത് കാരണമാകും. അതുകൊണ്ടാണ് പുതു മുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത്. ചിലപ്പോൾ അത് കണ്ടിട്ട് അവന്റെ കുടുംബക്കാരോ മറ്റോ എന്ത് ചെയ്യും, ഇസ്ലാമിലേക്ക് വരും ചെയ്യും. കാരണം ഇസ്ലാമില് സക്കാത്ത് കൊണ്ട് സമ്പ്രദായമൊക്കെ ഉണ്ട്. കാരണം അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വരും. അതുകൊണ്ട് പുതു മുസ്ലിമീങ്ങൾക്ക് നമുക്ക് സക്കാത്ത് കൊടുക്കാം. മറ്റൊന്നാണ് കടക്കാര്, കടമുള്ള ആളുകൾ ഹറാമല്ലാത്ത രൂപത്തിൽ കടം വാങ്ങി ലക്ഷക്കണക്കിന് രൂപ ഇപ്പോൾ കടം വീട്ടേണ്ടതുണ്ട്. അതിനുള്ള വഴികളില്ല, വിൽക്കാൻ സ്ഥലമില്ല, മറ്റ് വരുമാനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള കടമുള്ള ആളുകൾക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയ, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയ, അല്ലെങ്കിൽ പൊതു ആവശ്യം പള്ളിക്ക് വേണ്ടിയും മദ്രസക്കും വേണ്ടിയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇറങ്ങി പ്രവർത്തിച്ച ആളാ, അയാളെ ആവശ്യം കടത്തിലായിപ്പോയി. പൊതു മസ്ലഹത്തിനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അയാൾ കടത്തിലായിപ്പോയി. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്യണം, അയാൾക്ക് കടം വീട്ടാനുള്ള സക്കാത്ത് നമ്മൾ അയാൾക്ക് കൊടുത്തിട്ട് അയാളെ രക്ഷിക്കണം. ഇങ്ങനെയുള്ള കടക്കാരെ നമ്മൾ നോക്കണം. ചിലപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു വീട്ടില് അത്യാവശ്യം വലിയ വീടാ, 2 നിലയുള്ള വീടാ, നല്ല ജോലിയുള്ള ഒരാളെ. അപ്പൊ പുറത്തുനിന്ന് നമ്മൾ ചിന്തിക്കേണ്ട എന്താ അറിയോ, നമ്മുടെ നാട്ടിലൊക്കെ 2 നില വീട് അല്ലെങ്കിൽ 3 നില ഉണ്ടായിക്കോട്ടെ, ഒക്കെ ഉള്ള വീട്, കാറൊക്കെ ഉള്ള ആളായിക്കോട്ടെ, അത് കണ്ടിട്ട് ഒരാളെയും നമ്മൾ വിലയിരുത്താൻ പാടില്ല. പുറമെ കണ്ടിട്ട് വിലയിരുത്താൻ പാടില്ല പറയാൻ കാരണം, നമ്മൾ സുഹൃത്ത് പങ്കുവെച്ച കഥയാണ്, ഇവിടെ അടുത്ത് നടന്നതാണ്. പുളിക്കൽ പഞ്ചായത്തിൽ പേരിയപ്പെട്ട ഒരു വീട്, വലിയ വീട്. ആ വീട്ടില് മുറ്റത്ത് കാറൊക്കെ ഉണ്ട്. ആ വീട്ടിലേക്ക് പണിക്കാരെന്ത് ചെയ്തു, പോയിട്ട് ചോദിച്ചു, കുറച്ച് കട്ടൻ ചായ കിട്ടുമോ? പണിക്കാർ കട്ടൻ ചായ കിട്ടും. അപ്പൊ വീട്ടുകാരൻ പറഞ്ഞു, ആ കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരിങ്ങിയിട്ട് ഉള്ളിൽ പോയിട്ട് പിന്നെ അയാള് എന്ന് ചോദിച്ചു, വെള്ളം മതി വെച്ചു, സാധാ പച്ചവെള്ളം മതി വെച്ചു. അപ്പോ അത് നിന്നാളിന്ന് പണിക്കാര് ലാസ്റ്റ് ഇയാൾ എങ്ങനെ പറയാന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ ഉണ്ടാവില്ല, എല്ലാവർക്കും അഭിമാനമുണ്ട്. അഭിമാനം എന്നുള്ളത് ഏത് മനുഷ്യനുണ്ട്. അത് കളങ്കപ്പെടാതെ ജീവിക്കാൻ എല്ലാവരും ചിന്തിക്കുക. അപ്പൊ ഇയാള് തിരിച്ചു വന്നിട്ട് വെള്ളം മതിയെന്ന് ചോദിച്ചപ്പോൾ ലാസ്റ്റ് ഇയാൾ വെള്ളം കുടിക്കാൻ കഴിയാന്നായിട്ട് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, നിങ്ങളിത് ചോദിച്ചുകൊണ്ട് പറയാം, ഒരാളും അറിയില്ല. ഇവിടെ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് മാസങ്ങളായിട്ടുണ്ട്. ഞാനും ഭാര്യയും തന്നെ വെള്ളം കുടിച്ചും മറ്റും ഒക്കെ ചായ കുടിക്കാറില്ല. കാരണം ഒരുപാട് കടത്തിലാണ്.
വീട്ടിൽ കാറുണ്ട്, വലിയ വീടാണ്, ഒക്കെയാണ്. നമ്മൾ ചിന്തിക്കണം. വീടും പുറമെ ധരിക്കുന്ന വസ്ത്രങ്ങളും റാഡോ വാച്ചോ അതൊക്കെ കണ്ടിട്ട് ഒരാളെയും നമ്മൾ വിലയിരുത്താമല്ല. അഭിമാനം ജീവിക്കുമ്പോൾ എല്ലാവരും കാക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. നമ്മൾ അന്വേഷിക്കണം എങ്ങനെയുണ്ട് അയൽവാസികളായിട്ട്. നമ്മൾ എപ്പോഴും എന്താ പിന്നെ വിശേഷം, ജോലിയൊക്കെ ഇപ്പൊ നടക്കണില്ലേ, വരുമാനമൊക്കെ അല്ലേ എന്നൊക്കെ ചെറുക്ക് അന്വേഷിച്ച ചില ആളുകൾ തുറന്ന് പറയും. അപ്പൊ ആരും അറിയാതെ രഹസ്യമായി നമുക്ക് അള്ളാഹു പണം തന്നിട്ടുണ്ട് അവരെ സഹായിക്കുക. അപ്പൊ അള്ളാഹു നമ്മൾക്ക് ഇരട്ടി തരും. സക്കാത്ത് പറഞ്ഞതുപോലെ ഇരട്ടി നമുക്ക് തരും. അവരൊക്കെ സക്കാത്തിന് അവകാശികളാണ്. പടച്ച റബ്ബ് നമുക്ക് ദാരിദ്ര്യം തരാതിരിക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടത് അള്ളാഹു ഹലാലായ രൂപത്തിൽ ജോലിയിലൂടെ കുടുംബം പോറ്റാനുള്ളതൊക്കെ പടച്ച റബ്ബ് നമുക്ക് തെരുമാറാവട്ടെ. നമുക്കും ദ്വാരക്കേണ്ട ചില സംഗതിയാണ്. പെട്ടെന്ന് ആൾക്കാർ എപ്പോഴും കടം വരാൻ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കടക്കാർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കണം. മറ്റൊന്നാണ് അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത ആളുകൾ, നാട്ടിൽ ഇപ്പൊ ഇല്ല ജിഹാദ് ചെയ്ത ആളുകൾ. പിന്നെ മറ്റൊന്നാണ് ഫീ സബീൽ, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആളുകൾ. ഞാൻ ഒരു വിഷയം പറയാം. നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകൾ സംഘടിത സക്കാത്ത്, അവര് ഈ ഫീ സബീലില്ലാഹ് അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വരുന്നുണ്ടല്ലോ, ആ വകുപ്പ് പറഞ്ഞിട്ട് സക്കാത്ത് പിരിക്കുക. ഞങ്ങളെ പത്രം, മാധ്യമം ദിനപത്രം, മീഡിയ വൺ ചാനൽ, ഇതൊക്കെ ഫീ സബീലില്ലാഹ് അള്ളാഹിന്റെ ദീനിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ഈ ഒരു വകുപ്പിലൂടെ സക്കാത്ത് പിരിക്കേണ്ടവർ. മറ്റൊന്ന് വബിനു സബീൽ, വയ്യാത്രക്കാരനാണ്. വേറെ ഒന്ന് മോചനപത്രം എഴുതപ്പെട്ട അടിമയാണ്. അതും കൂടല്ല, അടിമ സമ്പ്രദായം പരമാവധി ഇല്ലാതാക്കിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. ജാഹിലിയ കാലത്ത് ഒരുപാട് അടിമകൾ ഉണ്ടായിരുന്നു. അപ്പൊ അടിമ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിലക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഇസ്ലാം നിഷ്കർഷിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് തെറ്റുകൾക്കും അടിമകളെ മോചിപ്പിക്കാം. സക്കാത്തിന്റെ അവിടെ സ്വന്തം പത്രം എഴുതി അടിമകളാവുമ്പോൾ അവർക്ക് നിശ്ചിത ഗഡുക്കൾ മുതലാളിക്ക് ഉടമയ്ക്ക് കൊടുത്താലേ ഓലെ ഒഴിവായി പോവുള്ളൂ. അതുകൊണ്ട് തന്നെ ഓർക്ക് സക്കാത്ത് കൊടുത്ത് എങ്ങനെങ്കിലും ഒരു സ്വതന്ത്രരായിക്കോട്ടെ. അവർ നമ്മുടെ നാട്ടിലില്ല. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള നമ്മൾ പറഞ്ഞ ഫക്കീർ, മിസ്കീന്, കടക്കാര്, പൊതു മുസ്ലിമീങ്ങൾ, ഇവരെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. സക്കാത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ സംഘടിത സക്കാത്ത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകൾ വന്നുകൊണ്ടുള്ള കലക്ഷൻ. അത് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു അത് ശരിയല്ല. കാരണം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി പിരിക്കുന്ന രൂപങ്ങൾ നോക്കുക. വിശുദ്ധ ഇസ്ലാം പറഞ്ഞു 3 രൂപത്തിലാണ് സക്കാത്ത് പിരിക്കേണ്ടത്. 3 രൂപ സക്കാത്ത് പിരിക്കേണ്ട അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് 3 രൂപത്തിലാണ്. ഒന്ന്, നമ്മൾ തന്നെ സ്വന്തമായിട്ട് പോയിട്ട് കൊടുക്കുക അവകാശിക്ക്. അതാണ് ഏറ്റവും അഫ്ളലായ രൂപം. യഥാർത്ഥ അവകാശിക്ക് ഈ കൊടുക്കേണ്ട ആളെന്ത് ചെയ്യുക, പണം പോയിട്ട് കൊടുക്കുക, കച്ചവടക്കാരനെ മറ്റു കൊണ്ടുപോയി കൊടുക്കുക. രണ്ടാമത്തെ രൂപം ഇമാമ് എന്ന് പറഞ്ഞാലാ, അത് ഇസ്ലാമിക ഭരണമുള്ളിടത്തേ അതുള്ളൂ. നമ്മുടെ നാട്ടിലില്ല. ഇസ്ലാമിക ഭരണമുള്ള നാടാണെങ്കിൽ അവിടെ ഇമാമിന്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കാം. ഇസ്ലാമിക റിപ്പബ്ലിക്കുള്ള കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരൊക്കെ അന്നത്തെ അമീർമാരാണ്. അവരെടുത്ത് കൊണ്ടുപോയി ആളുകൾ ഇങ്ങനെ കൊടുക്കും, സക്കാത്ത് കൊടുക്കും. അവർ അവകാശികളെ കണ്ടെത്തി കൊടുക്കും, ഗവർണർമാരെ അറിയിച്ചു കൊടുത്തു. അത് ഇസ്ലാമിക രാഷ്ട്രത്തിലെ അതുള്ളൂ. ഇമാമിനെ കൊണ്ടുപോയി ഏൽപ്പിക്കുക. മൂന്നാമത്തെ രൂപം വക്കാലത്താണ്. ഒരാളെ നമ്മൾ ഏൽപ്പിക്കുക, വിശ്വസ്തനായ ആളെ ഏൽപ്പിച്ചിട്ട് നിയ്യത്തൊക്കെ ചെയ്ത് അയാൾ അവകാശികൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന രൂപമാണ് മൂന്നാമത്തെ രൂപം. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനയുടെ സംഘടിത സക്കാത്ത്, അത് ആദ്യം പറഞ്ഞ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന വകുപ്പ് ഏതായാലും പെടൂല. കാരണം എന്താ? ചിലപ്പം ഇവര് മൊത്തത്തിൽ പണം അയക്കുക, ബാങ്ക് മുഖേനയോ ഗൂഗിൾ പേ മുഖേന അയക്കുക. അപ്പം അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ആ സംഘടിത സക്കാത്ത് ഇസ്ലാമിക രാഷ്ട്രം അല്ലാത്തത് കൊണ്ട് ഇമാമിന്റെ കൊണ്ടുപോയി ഏൽപ്പിക്കലും ഇല്ല. രണ്ടാമത്തെ നേരിട്ട് കൊണ്ടുപോയി ഏൽപ്പിക്കലും ഇല്ല. മൂന്നാമത്തെ രൂപമായ വക്കാലത്ത്, ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാൾ എന്ത് ചെയ്യാ, കൊണ്ടുപോയി കൊടുക്കുക. അതിന് ചില ഷർത്തുകളുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഈ കൊടുത്ത പണം യഥാർത്ഥ അവകാശിക്ക് എത്തിയണെന്ന് ഈ കൊടുത്ത മുതലാളിക്ക് ഉറപ്പുണ്ടാവണം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ സംഘടിത സക്കാത്തുകൾ നോക്കി, കൊടുക്കുക എന്നല്ലാതെ എവിടെ എത്തുന്നുണ്ടെന്നോ എന്തിനുപയോഗിക്കുന്നുണ്ടെന്നോ ഒന്നും അറിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ കൊടുത്ത പണം അവകാശിക്ക് എത്തിയിട്ടുണ്ടെന്ന് ഇയാൾക്ക് ഉറപ്പ് വേണം. അത് ജമാഅത്തെ ഇസ്ലാമിന്റെ സംഘ സക്കാത്ത് കൊണ്ട് സാധിക്കില്ല എന്ന് മാത്രമല്ല,
അനർഹരായ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ സംഘടനാ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സക്കാത്ത് ഇവർ ഉപയോഗിക്കുന്നത്. പത്രങ്ങൾ, അവരുടെ പത്രങ്ങൾ, മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരിത് ഉപയോഗിക്കുന്നത്. അത് ഞാൻ വെറുതെ പറയുകയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ 2019 അവരുടെ പാർട്ടിയിൽ നിന്ന് നടപടി സ്വീകരിച്ച ഒരാളുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിന്റെ വലിയ നേതാവ്, അവരുടെ ഷൂറ അംഗത്തിൽപ്പെട്ട ഒരാളുമായ അദ്ദേഹം തുറന്നു പറഞ്ഞൊരു വിവരമുണ്ട്. എന്തെന്നറിയോ? മാധ്യമം, ദിനപത്രവും മീഡിയ വൺ ചാനലും ഇതൊക്കെ ഒരുപാട് കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. 10 കോടിയോളം കടത്തിലാണ് 2017-18 കാലയളവിൽ ഈ പത്രവും മാധ്യമങ്ങളൊക്കെ. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി സക്കാത്ത് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി സക്കാത്ത് ജനങ്ങളിൽ നിന്നും പിരിച്ചിട്ടുള്ളത്, വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് യഥാർത്ഥ അവകാശികൾക്ക് എത്തുന്നു എന്ന് വക്കീലിനെ ഏൽപ്പിച്ച ആൾക്ക് ഉറപ്പുണ്ടായിരിക്കണം. മാത്രമല്ല, സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ പള്ളികൾക്കോ മദ്രസകൾക്കോ സകാത്ത് കൊടുക്കാനും പാടില്ല. ഇവരെ ഉപയോഗിക്കുന്നതാവട്ടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുമാണ്. വക്കാലത്തിൽ ഒരുപാട് ഷർത്തുകളുണ്ട്. ഈ ഷർത്തുകളൊക്കെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ സംഘടിത സക്കാത്ത്, അപ്പൊ നമ്മളെ സംയുക്ത മഹല്ല് പള്ളികളിലൊക്കെ ഒരു വെള്ളിയാഴ്ച ഇതിനു വേണ്ടി ഗൂഗിൾ പേ വഴി സക്കാത്ത് വിട്ടുകൊടുക്കുന്ന സംവിധാനം വരും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടിയ, പുറത്തിറങ്ങുമ്പോ ബക്കറ്റ് മേലെ ഗൂഗിൾ പേ നമ്പർ, അതില് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടുകൊടുക്കുക, സക്കാത്ത് വിട്ടുകൊടുക്കുക. അപ്പൊ ആളുകൾക്ക്, മുതലാളിമാർക്ക് സുഖമാണ്. കാരണം ബിസിനസിന്റെ തിരക്കിന്റെ ഇടയിൽ എങ്ങനെങ്കിലും സക്കാത്ത് കൊടുത്ത് ഒഴിവാണ്, അള്ളാഹിന്റെ കുറ്റത്തുനിന്ന് ഒഴിവാകും വേണോ. അപ്പൊ തിരക്കിനിടയിൽ ആൾ വിട്ടുകൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ അവകാശികൾക്ക് നമ്മളെ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് വീടുകയില്ല, അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ ഉത്തരവാദികളാവും. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിന്റെ 3 രൂപത്തിലും 3 വിതരണ രൂപത്തിലും അവർ ഒക്കുന്നില്ല, അവരുടെ സക്കാത്ത് പിരിക്കൽ ഒക്കുന്നില്ല. കാരണം ഇതൊക്കെ പിരിച്ചിട്ട് മോൾക്ക് കൊണ്ടുപോവാണ്, അവിടുന്ന് ആളുകൾക്ക് കൊടുക്കുകയാണ്. ഒരു നാട്ടിലല്ല, ഒരു മഹല്ലത്തിലുള്ള വിഷയമല്ല ഇവരുടേത്. അതുകൊണ്ട് ആ വിഷയം ഒരുപാട് പറയാനുണ്ട്. കഴിഞ്ഞ വർഷം അവര് എങ്ങനെ ചെലവാക്കി എന്നതിന്റെ ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. ഓല് പറയണത് എന്താ, ഇസ്ലാമിക രാഷ്ട്രം അത് സ്ഥാപിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഇമാം ഉണ്ടാവും. ആ ഇമാമിലേക്ക് ജമാഅത്തെ ഇസ്ലാമി അമീർ, ഇമാം, ഇവരിലേക്ക് നമ്മളെ ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ളത് പോലുള്ള ഇമാം സംവിധാനങ്ങളൊക്കെ കൃത്യമായി ഉണ്ടാക്കി അവരിലേക്ക് പണം എത്തിക്കുന്ന രൂപമാണ് ഇവർ ഇന്ന് കൈക്കൊള്ളുന്നത്. നിങ്ങളൊന്ന് നോക്കി, കഴിഞ്ഞ വർഷത്ത് 2005 ഇവർ പുറത്തിറക്കിയ ഒരു ചാർട്ട് പ്രകാരം മൊത്തം സക്കാത്തിന്റെ ചെലവ് പറഞ്ഞ സമയത്ത് ഒരു ബാങ്ക് പലിശ, പ്രിന്റിംഗ് ചാർജ്, രോഗചികിത്സ, വീട് നിർമ്മാണം, തൊഴിൽ സഹായം, കുടുംബ പെൻഷൻ, കേന്ദ്ര വിഹിതം, പത്രത്തിന് വേണ്ടി നൽകിയത്, മീഡിയകൾക്ക് വേണ്ടി നൽകിയത്, വീട് വൈദ്യുതി സഹായം ഉപയോഗിച്ച ലക്ഷക്കണക്കിന് രൂപ അതിന്റെ കണക്ക് പുറത്തുവിട്ടിരുന്നു. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവർക്ക് കൊടുക്കുന്ന പണം മുസ്ലിമീങ്ങൾ ഉത്തരവാദികളാവും. ഇതിനു വേണ്ടി പിരിക്കുന്ന ആളുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അല്ലാഹു നമ്മുടെയൊക്കെ സമ്പത്ത് അതിനർഹരായ ആളുകൾക്ക് കൊടുക്കുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അപ്പൊ സമ്പത്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും കുറവ് വരികയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടത്തേക്ക് ആയത്തിറങ്ങിയില്ലേ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സമ്പത്ത് അത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങളാവുകയില്ല. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിറങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, യഥാർത്ഥ മുഅ്മിനാവണമെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സമ്പത്ത് ദീനിന് വേണ്ടി കൊടുക്കണം എന്നാണല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് മദീനത്തുള്ള എന്റെ ബൈറുഹാ തോട്ടമാണ്. റസൂലുള്ള വരെ ഇടക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയും വിശ്രമിക്കാൻ വേണ്ടിയും കയറി ചെല്ലുന്ന തോട്ടമാണ് ബൈറുഹാ തോട്ടം. സ്വഹാബികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള തോട്ടമാണ് ബൈറുഹാ തോട്ടം. ആ തോട്ടം നബിയെ ദീനിന് വേണ്ടി ഞാൻ തന്നു, അപ്പൊ റസൂലുള്ള പറഞ്ഞു, അബൂ തൽഹ, നിങ്ങളുടെ കുടുംബത്തില് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ചെലവഴിച്ചൂടായിരുന്നോ?
അല്ല നബിയെ, ഇവിടെ എനിക്കൊരു പകരം വേണ്ട, ആഖിറത്തിൽ എനിക്ക് ഇതിന് പകരം വേണം. അത് ഞാൻ ചോദിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്റെ ബൈഹാവ് തോട്ടം ഞാൻ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അതാണ് റസൂൽ പറഞ്ഞത്, നമ്മൾ കൊടുക്കുന്ന സ്വതക്ക നാളെ ഖിയാമത്ത് നാളിൽ വരുന്ന സമയത്ത് നമുക്ക് തണലായിടും ഹബീബ് റസൂലുള്ളാഹി. ആ പണം മഹ്ശർ വരുമ്പോ നമുക്ക് തണലായിട്ടുണ്ടാവുന്ന നമ്മൾ കൊടുക്കുന്ന സ്വതക്ക. അപ്പൊ നമ്മളെ പണം എന്ന് പറയുന്നത് എന്താ? നമ്മളെ സ്വന്തം കാശ് എന്ന് പറയുന്നത് എന്താന്ന് അറിയോ? നമ്മൾ കൊടുക്കുന്നതാണ്, ദാനമായി കൊടുക്കുന്നതാണ് നമ്മളെ പണം. മറ്റേ നമ്മളെ പണം എന്ന് പറയാനില്ല. നമ്മൾ തന്നെ ചെലവഴിച്ച് നമ്മൾ തന്നെ തിന്നുന്നത് ഒരു ഉപകാരം നമുക്കില്ല. കൊടുക്കുന്നതൊന്നും വെറുതെയാവുകയില്ല. അത് നാളെ ഖബറിലും ആഖിറത്തിലും കാണുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് ആരാണ് സ്വഹാബികളെ നിങ്ങളിൽ നിന്ന് നോമ്പ് നോറ്റിട്ടുള്ളത്? ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഇന്ന് നോമ്പ് ഞാൻ നോറ്റിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ റസൂലുള്ളാഹിന്റെ ചോദ്യം, വമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ജനാസയെ അനുഗമിച്ചവരാരുണ്ട്? ഒരാൾ മരിച്ചിട്ട് ജനാസയെ അനുഗമിച്ചത്. അന യാ റസൂലല്ലാഹ്, അപ്പോഴും സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാനാണ് നബിയേ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താരെങ്കിലും സ്വഹാബികളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളെ, യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. എന്നാൽ തങ്ങൾ മാറ്റി ചോദിച്ചു, നാലാമത്തെ ചോദ്യം, രോഗിയെ സന്ദർശിച്ച ആരെങ്കിലും ഇന്ന് ഈ കൂട്ടത്തിലുണ്ടോ? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അന യാ റസൂലല്ലാഹ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ജനാസയെ അനുഗമിക്കുകയും നോമ്പ് നോക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും രോഗിയെ സന്ദർശിക്കുകയും ചെയ്യുന്ന 4 കാര്യങ്ങൾ ആരെങ്കിലും ഒരുമിച്ച് കൂടിയാൽ ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിക്കും, യാതൊരു സംശയവും വേണ്ട. സദഖ റസൂലുള്ളാഹി. അതാണ് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, സിദ്ദീഖ് തങ്ങൾ എന്നും എല്ലാത്തിനും മുമ്പന്തിരുണ്ട്, സ്വതക്കാര കൊടുത്തത് സിദ്ദീഖ് തങ്ങൾ, ഇന്ന് ഞാനൊന്ന് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിലുള്ള പകുതി പണം എടുക്കുന്നു, പകുതി സമ്പത്തും മദീനത്ത് പള്ളിയിലേക്ക് കൊടുത്തു. റസൂലുള്ളാഹി അന്ന് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ദീനിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, എന്റെ പകുതി അവിടെ വെച്ചിട്ടുള്ളൂ, പകുതി ഞാൻ ദീനിന് വേണ്ടി തന്നു. ഉടനെ പിന്നിലുണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയെ, അള്ളാഹുവിനെ റസൂലിനെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ദീനിയാണ് തന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്തൊക്കെ കിട്ടുന്നത് അന്നൊന്ന് ചെലവഴിക്കുന്ന സ്വഭാവമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല മനസ്സ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ജീവിതത്തിൽ ചെയ്യുന്ന ഹദിയകൾ, സദഖകൾ ആഫത്തുകളെ തൊട്ട് തടുക്കുമെന്ന്, അപകടങ്ങളെ തൊട്ട് തടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയില്ലേ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു, പറഞ്ഞു, അയ്യമാ മുസ്ലിമുൻ കസാ മുസ്ലിമൻ സൗബൻ അലാ ഉരീദ് കസാഉല്ലാഹു മിൻ ഖുദരിൽ ജന്ന, ഒരു മുസ്ലിമായ മനുഷ്യനെ ആരെങ്കിലും സ്നേഹം കൊണ്ട് വസ്ത്രം കൊടുത്താൽ, വസ്ത്രം ധരിപ്പിച്ചു കൊടുത്താൽ, വയ്യമാ അത്അമ മിസ്കീനൻ അലാ ജുഇൻ അത്അമല്ലാഹ്, പാവപ്പെട്ട വല്ല മനുഷ്യനും അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്താൽ നാളെ ആഖിറത്തിൽ നിന്നുള്ള വസ്ത്രം അവർക്ക് കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നേരം ആർക്കെങ്കിലും അല്ലാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്താൽ അത്അമല്ലാഹു മിൻ സിമാരിൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിന്റെ ഫലങ്ങളിൽ നിന്ന് അല്ലാഹു തആല അവർക്ക് ഭക്ഷിപ്പിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യമാ മുസ്ലിമുൻ സഫാ മുസ്ലിമൻ അലാ ളമനി സഫാഉല്ലാഹ് മിൻ റഹീഖിൽ മഖ്തൂം, മുഅ്മിനായ മനുഷ്യനെ ഒരു തുള്ളി വെള്ളം ദാഹം തീർക്കാൻ വേണ്ടി ആരെങ്കിലും നൽകിയാൽ
നാളെ ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബ് അവന്റെ അരുവികളിൽ നിന്ന് സ്വർഗീയ തോപ്പുകളിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. അതാണ് മദീനത്തെ പള്ളിയിൽ നിന്ന് ഒരിക്കൽ റസൂലുള്ളാഹി ചോദിച്ചു, സഹാബികളെ, മൻ യഹ്ഫുറു ബിർ റോമ, റോമക്കാർക്ക് ആരെങ്കിലും കിണർ കുഴിച്ചു കൊടുത്താൽ ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ട്. ശഫീഉനാ റസൂലുള്ളാഹി. ഉടനെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ഞാൻ കുത്തി കൊടുക്കാം. കിണറല്ലേ, ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ എത്ര പ്രതിഫല കിട്ടുന്നത്? സഹാബികൾ ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചില്ല, നബിയെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അമൽ എന്താണ്? ഉമ്മാന്റെ പേരിൽ കിണർ നീ കുത്തി കൊടുക്ക്, അതിനേക്ക് ഉപകരിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് കിണർ ഞാൻ കുത്തി കൊടുക്ക നബിയെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നെ ഒരിക്കൽ റസൂൽ ചോദിച്ചു, മൻ ജഹസ ജയ്ശൽ ഉസ്റ, തബൂക്കിലേക്ക് നമ്മുടെ സഹാബികളിൽ നിന്നുള്ള ആളുകൾ യുദ്ധത്തിന് പുറപ്പെടുന്നുണ്ട്. അവർക്ക് സന്നാഹങ്ങളില്ല, സംവിധാനങ്ങളില്ല, ആയുധങ്ങളോ പോക്കുകളോ ഇല്ല. അവരെ ഉഷാറാക്കി യാത്ര അയക്കുന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു, നബിയെ, ഞാൻ കൊടുത്തുകൊള്ളാം എന്റെ സമ്പത്തിൽ നിന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ കൊടുത്തത് 300 ഒട്ടകത്തിനെ കൊടുത്തു. 300 ഒട്ടകത്തിനെ യുദ്ധത്തിന് വേണ്ടിയിട്ട്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു സംറ റളിയല്ലാഹു അൻഹു പറയാണ്, ഉസ്മാനോര് വീട്ടിൽ നിന്ന് പോയിട്ട് 1000 ദീനാർ സൂക്ഷിച്ചു വെച്ചിരുന്നത് എടുത്തുകൊണ്ടുവന്ന് ഹബീബിന്റെ മടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നബിയേ, ഇതും ആ സൈന്യത്തിന് വേണ്ടി ചെലവഴിച്ചു കൊള്ളുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തബൂക്കിലേക്കുള്ള സൈന്യത്തിനുള്ള എല്ലാ സംവിധാനം ഞാൻ ഒരുക്കി തരുന്ന നബിയെ. സഹാബികൾക്കൊന്നും അതിന് യാതൊരു മടിയില്ല എന്ന് പറയാം. ദുനിയാവ് അവരാഗ്രഹിച്ചിട്ടേ ഇല്ല. ആഗ്രഹം കൊതിച്ച് ദുനിയാവിലുള്ളതൊക്കെ കൊടുത്ത് ഒഴിവാക്കിയവരായിരുന്നു മഹാന്മാരായ സഹാബികൾ. അല്ലാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. അവരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു സഹാബി ഉണ്ടായിരുന്നു. ഈ സഹാബി ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുത്ത് നിൽക്കുക. അപ്പൊ വേറൊരു സഹാബി എന്നിട്ട് പറഞ്ഞു, ഹബീബേ, നബിയെ, എന്റെ തോട്ടത്തിനൊരു വേലി കെട്ടണം. അതിനാവശ്യമായ ഒരു ഈത്തപ്പ മരം, അത് ഇന്നാലിന്ന ആളുടെ പറമ്പിൽ ഞാൻ കണ്ടു, അതൊന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കണം എന്ന് സ്വഹാബി ഒന്നുകൊണ്ട് പറഞ്ഞു. ഈ സമയത്ത് റസൂലുള്ളാഹി പോയി ചോദിച്ചു സ്വഹാബിനോട്, ആ മനുഷ്യന്റെ തോട്ടം കെട്ടാൻ ആവശ്യമായ നിങ്ങളെ ഈത്തപ്പനത്തിന്റെ വലിയ തടിയുള്ള മരം ഉണ്ടല്ലോ, ആ മരം അയാൾക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് അയാൾ ഇങ്ങനെ തലതാത്തി ഇങ്ങനെ വിസമ്മതിച്ചു കൊടുക്കാനൊരു വിസമ്മതം. ആ സമയത്ത് അപ്പുറത്തുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു. അബൂ ദഹ്ദാ വന്നിട്ട് പറഞ്ഞു, നബിയേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു തോട്ടം എനിക്കുണ്ട്. ആ മരം ഇയാളോട് കൊടുക്കാൻ പറഞ്ഞേക്കൂ, അതിന് പകരം എന്റെ തോട്ടം ഞാൻ കൊടുക്കാം നബിയേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം ഇങ്ങനെ ചുവന്നുപോയി. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അബൂ ദഹ്ദാന്റെ ഈ ഒരു സൽക്കർമ്മം കണ്ടുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഈ അബൂ ദഹ്ദാ എന്ന് പറയുന്ന ഈ മനസ്സ് ക്ലിയറായ ശുദ്ധ മനസ്സുള്ള ഈ മനുഷ്യന് എന്തൊക്കെ സുഖ സൗകര്യങ്ങളാണ് നാളെ സ്വർഗത്തിൽ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. ആ വാക്ക് കിട്ടിയാൽ മതി, രക്ഷപ്പെട്ടു പോകും. അബൂ ദഹ്ദാ പറഞ്ഞു, എന്റെ തോട്ടം ഒന്ന് കൊടുത്തേക്കാം. അയാളോട് മരം ഈ പാവപ്പെട്ട സ്വഹാബിക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കൂ. എന്നിട്ട് വീട്ടിലേക്ക് പോയി. ആ സമയത്ത് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ഭാര്യയും കുട്ടികളും ആ തോട്ടത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു. ഭാര്യയോട് വന്നിട്ട് പറഞ്ഞു, വഖാല യാ ഉമ്മ ദഹ്ദാ അഖ്രിജി മിനൽ ഹായിതി ഫഖദ് ബിഗ്തുഹു മിൻ നഖലത്തിൻ ഫിൽ ജന്ന. ഭാര്യയോട് പറഞ്ഞു, മോളെ, തോട്ടന്ന് കുട്ടികളും കൂട്ടിയോടെ ഇറങ്ങിക്കാളി, ഈ തോട്ടം ഞാൻ കച്ചവടമാക്കി പോയി. സ്വർഗത്തിലുള്ള തോട്ടത്തിന് പകരം നമ്മളെ ഈ തോട്ടം ഹബീബിന് കൊടുത്തുപോയി. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു നോക്കി. നമ്മള് ഭാര്യയോട് ചോദിച്ചിട്ട് പോരല്ലേ, നമ്മൾ ഭാര്യയോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ചൂടാവും. അത് ആ തോട്ടം വിറ്റാല് അല്ലെങ്കിൽ അത് സ്വതക്ക് ചെയ്താൽ പെണ്ണുങ്ങൾ എന്താവും, ഇങ്ങനെയൊക്കെ പ്രതികരിക്കുക, നമ്മൾ പേടിക്കുക. ഈ സ്വഹാബി ചെയ്തു നോക്കി, തോട്ടം ഹബീബിന് കച്ചവടാക്കി,
തിരിച്ചു വന്നിട്ട് ഭാര്യ. ഇനി നമ്മളങ്ങനെ കച്ചവടം ചെയ്താൽ തന്നെ ചിലപ്പോ ഭാര്യന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയും. പെണ്ണുങ്ങൾ ചോദിക്കും, എന്തിനാണ് എന്ത് പണി നിങ്ങൾ കാട്ടി വയ്ക്കൂലേ, എന്തിനാണ് മനുഷ്യങ്ങളെ വിറ്റത്? പള്ളിയിലൊരു മുസാഫിർ ആളുണ്ടായിരുന്നു. ആ മുസാഫിറിനെ കൂട്ടിയിട്ട് നോമ്പറക്കാൻ നമ്മൾ വീട്ടിലേക്ക് പോവുക. ഭാര്യയോട് ആദ്യം പറഞ്ഞിട്ടൊന്നും ഇല്ല. ചിലപ്പോ ഭാര്യമാരെന്ത് ചെയ്യും, മുഖണ്ട് കറുപ്പിക്കും. എന്ത് കണ്ടിട്ടാണ് ഇവിടെ എന്താ അയാൾക്കുള്ളത്, ഭക്ഷണമുണ്ടോ, ഇതെന്തിനാ കൂട്ടിക്കൊണ്ടുവന്നത്? എന്നാ ഈ ഭാര്യ പറഞ്ഞെന്തെന്നറിയോ? ഉമ്മു ദഹദാ റളിയല്ലാഹു അൻഹു ഈ വിവരം കേട്ടപ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? യാ റബിഹൽ ബൈഉ, നല്ല ലാഭമുള്ള കച്ചവടാണല്ലോ ചെയ്തിട്ടുള്ളത്. എന്ത് ലാഭമുള്ള കച്ചവടങ്ങൾ ചെയ്തു വരുന്നത്, നല്ല ലാഭം കിട്ടിയല്ലോ. സ്വർഗത്തിലെ തോട്ടത്തിന് പകരമല്ലേ ദുനിയാവിലെ തോട്ടം നിങ്ങൾ വിറ്റിട്ടുള്ളത്. ഇതാണ് മഹാന്മാരായ സ്വഹാബാക്കളുടെ മനസ്സ് എത്ര ശുദ്ധമാണ്. കിട്ടുന്നതെല്ലാം അല്ലാഹുവിന്റെ ദീനിന് ചെലവഴിച്ചവരാണ് മഹാന്മാരായ സ്വഹാബികൾ. യാ അല്ലാഹ്, ഞങ്ങളുടെ മനസ്സ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനേ, ഞങ്ങളുടെ ഹൃദയം നീ നന്നാക്കി തരണം റഹ്മാനേ. മുഹമ്മദ് ഹബീബ് പറഞ്ഞല്ലോ, ഇന്ന സ്വദഖത ലയതുഫിഉ വദബർ റബ്ബ്, പടച്ച റബ്ബിന്റെ ദേഷ്യം കെടുത്തി കളയാൻ സ്വദഖ മതിയാകുന്നതാണ്. മാത്രമല്ല വദഫഉ മൈദതസൂ, മോശമായ മരണം സ്വതക്ക ഇല്ലാതാക്കി കളയുന്നതാണ്. മോശമായ മരണം, വാഹനത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടുള്ള മരണം, നടുറോറ്റ് വെച്ചുള്ള മരണം, അല്ലെ, അത്തരത്തിലുള്ള അപകട മുസീബത്തുകൾ കൊണ്ടുള്ള മരണം, അത് സ്വതക്ക ചെയ്യുന്നവർക്ക് ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രക്ക് നിധിയാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ. 10 രൂപ കൊടുത്ത് അത് വലിയ സ്വതക്ക. ചില ആൾക്ക് വരുമാനം ഒരു 50 റുപ്യ ഉള്ളൂ, അയാളെ സംബന്ധിച്ചോളം 10 വലിയ സംഖ്യ അല്ലേ. പഴയ ഉമ്മമാരൊക്കെ ഉണ്ടാവും, പഴയ ആളുകൾ ഒരിടത്ത് കുറഞ്ഞ പൈസ ഉണ്ടാവും, ചിലപ്പോൾ 100 റുപ്യ കയ്യിലുണ്ടാവും. അതില് ചിലപ്പോ വീട്ടിൽ പിരിവാരം വരുമ്പോ അതിൽ 10 രൂപ എടുത്ത് കൊണ്ടുവരും. പിരിവാരം വിചാരിക്കും, എന്താ 10 റുപ്യ തരും. ഇമ്മാനെ സംബന്ധിച്ചിടത്തോളം 1000 കൊടുക്കണ കൂലി അമ്മക്ക് കിട്ടും. കാരണം ഒരിടത്ത് അതേ ഉള്ളൂ. ചില ഉമ്മമാരടുത്തുണ്ടാവല്ലോ തങ്കരിച്ചു വെച്ച പണം എന്ന് പറയും, സൂക്ഷിച്ചു വെച്ച് കനങ്ങളായി സൂക്ഷിച്ചു വെച്ച പണം. അത് കുറവാണെങ്കിലും പല മനസ്സിൽ ഇത് വലിയ പണം പടച്ചറപ്പെ വലിയ ഒരുപാട് നീയത്തോട് നേർച്ചൊക്കെ ആക്കിയിട്ട് അവർ കൊടുക്കുക. ആ നീയത്തിനനുസരിച്ച് പടച്ചറപ്പ് കയറ്റി കൊടുക്കും. അതാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അല്ലാഹു നമുക്കുള്ളതൊക്കെ പടച്ചറപ്പെ ദുനിയാവിലും ആഖിറത്തിലും നീ ഉപകരിക്കുന്നതാക്കി തരണം അല്ലാഹ്. ഈ മഗ്ഫിറത്തിന്റെ ബദൽ ഞങ്ങൾക്ക് നീ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ മാപ്പാക്കി തരണം റഹ്മാനേ. ഞങ്ങൾ പറഞ്ഞ ഇൽമിന്റെ ഒക്കെ സവാബ് മരണപ്പെട്ട ഖബറാളികളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. നമ്മൾ സകാത്തിനെ പറ്റി ചെറിയ രൂപത്തിൽ നമ്മൾ വിശദീകരിച്ചു. നമ്മൾ ചിന്തിക്കുന്ന പടച്ചറപ്പേ ഞാനിതിൽ അവകാശിയായിട്ടുണ്ടോ ഒക്കെ നമ്മൾ ചിന്തിച്ച് കണക്കുകളൊക്കെ നോക്കി കൊടുക്കാനുള്ളത് കൊടുത്ത് യഥാർത്ഥ അവകാശികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. മറിയക്കുട്ടി ടീച്ചർ നമ്മുടെ വലിയ സംഖ്യ തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. ഇപ്പൊ സക്കാത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു നാട്ടില് ഭക്ഷണവും വീടും വസ്ത്രവും ഇല്ലാത്ത അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അവരെ സഹായിക്കലും കരകയറ്റലും ആ നാട്ടിലെ പണമുള്ളവരുടെ ബാധ്യതയാണ്. ഫർള് കിഫായാണ്. ഒരു മഹല്ലത്തിന്
പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിനോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ഒന്നും അവർക്ക് ശേഷിയില്ലെങ്കിൽ, അവര് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, അവര് ജീവിക്കാനുള്ള മാർഗങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിന് കുറ്റക്കാര് ആ നാട്ടിലെ പണമുള്ള ആളുകളാണ്. അവര് ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആ നാട്ടുകാര് മൊത്തം അത് ഉത്തരവാദികളാണ്. ഇനി ഒരേ സമ്പന്നന്റെ അടുത്ത് വന്നിട്ട് മുമ്പര് പറഞ്ഞു എനിക്ക് ജീവിക്കാൻ ഭക്ഷണം, കുടുംബത്തെ പോറ്റാൻ ഭക്ഷണം കൊടുക്കാൻ പോലും ഒന്നുമില്ല എന്ന് തുറന്നു പറഞ്ഞാൽ, ചോദിച്ചത് ആരോടാണോ അയാൾക്ക് ഫർള് ഐനാണ്, അയാളുടെ വ്യക്തിഗത നിർബന്ധമാണ്, അയാൾ പൈസ കൊടുക്കണം, അയാൾ സഹായിക്കണം. അപ്പൊ നമ്മുടെ നാട്ടില് പാവപ്പെട്ടവരുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പണമുള്ള ആളുകളാണെങ്കിൽ അവരെ സഹായിക്കൽ നമ്മുടെ കടമയാണ്. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. പഠിച്ച റബ്ബ് നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ.